എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സിനിമയിലെ ഡയലോഗാണ് പറയാൻ പോകുന്നത്. ഇതെൻ്റെ പുത്തൻ റൈബാൻ ഗ്ലാസ്, ഇത് ചവിട്ടി പൊട്ടിച്ചതിൻ്റെ കാല് ഞാൻ വിട്ടു. മോഹൻലാൽ തകർത്തഭിനയിച്ച ഭദ്രൻ സാർ സംവിധാനം ചെയ്ത സ്ഫടികം. ഓരോ മലയാളികളുടെയും മനസ്സിൽ ഓരോ മൊമെൻറ്റും ആ സിനിമയുടെ മനസ്സിലുണ്ടല്ലേ. ഇന്ന് ഒരു പുലിമടയിലാണ് ഞാനുള്ളത്. ആ പുലിയെ നിങ്ങളെ കാണിച്ചു തരാനും അദ്ദേഹത്തിൻ്റെ 2 വാക്ക് കേൾക്കാനുമാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ ഭദ്രൻ സാർ, സ്ഫടികം സിനിമ നമുക്ക് സമ്മാനിച്ച ഭദ്രൻ സാർ. ഭദ്രൻ സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവിടെ വന്നത്, ഭദ്രൻ സാറ് BenQന്റെ പ്രൊജക്ടർ വാങ്ങി അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭദ്രൻ സാറിനെ പോലുള്ള ഒരാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഇത്രയും ടെക്നിക്കലി അറിയാവുന്ന, ഇത്രയും പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ച് ഒരു കസ്റ്റമറെ കാണാൻ ബുദ്ധിമുട്ടാണ്. സാർ എന്തായിരുന്നു സാർ പ്രൊജക്ടർ BenQ എടുക്കാൻ കാരണം? കൃഷ്ണപ്രസാദിന്റെ വാചകവടിയാണ് എന്നെ ആദ്യം ഇതിലേക്ക് എത്തിച്ചത്. ഈ വാചകത്തിൽ ഞാനങ്ങ് മതിമറന്നുപോയി. അല്ല സാർ, പിന്നെ സാധനം വന്നപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എനിക്കിഷ്ടമാണ്. എന്തായാലും വെരി ഗുഡ് പ്രൊജക്ടർ BenQ. ഓക്കെ, സാറിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ളൊരു പെർഫോമൻസ് ആണോ പ്രൊജക്ടറിനുള്ളത്? തീർച്ചയായിട്ടും, വൈ നോട്ട്. എന്തായാലും സന്തോഷം സാർ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഭദ്രൻ സാറിൻ്റെ അടുത്ത് എത്താൻ പറ്റി എന്നുള്ളത് പറയുമ്പോൾ അത് അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഭദ്രൻ സാറിൻ്റെ വീട്ടിലെ തിയേറ്ററാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് BenQന്റെ 4K പ്രൊജക്ടർ വെച്ചുകൊണ്ട് ഒരു നല്ല അടിപൊളി ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, BenQന്റെ പ്രൊജക്ടറാണ്, 4K പ്രൊജക്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TK800M എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു പ്രൊജക്ടർ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു തിയേറ്റർ വളരെ ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കെന്തായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും, അതല്ലെങ്കിൽ സ്ഫടികം പോലെ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഭദ്രൻ സാറിൻ്റെ വീട്ടിൽ ഇതുപോലൊരു തിയേറ്റർ ചെയ്യാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും നമ്മളും കൃതാർത്ഥരാണ്.